മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി NCP നേതാവ് KT മുജീബാണ് മത്സരിക്കുക. അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട്. അങ്ങനെ LDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ KT മുജീബ് NCPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, സംസ്ഥാന നേതാവാണ്. ആ ധാരണയിലേക്ക് എത്തിക്കഴിഞ്ഞുവോ? അതെ, മുജീബിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം CPM-ൻ്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ ബാക്കി വേങ്ങര സീറ്റുമായി മലപ്പുറം സീറ്റുമായി വെച്ച് മാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണ് NCPക്ക് മലപ്പുറം സീറ്റ് നൽകുന്നത്. ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും ലീഗിൻ്റെതുമായുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുകയാണ്. പ്രജീഷ്, ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതൃയോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി ആയതോടുകൂടി തന്നെ നേരത്തെ PK കുഞ്ഞാലിക്കുട്ടിയുടെ പേരാണ് മണ്ഡലത്തിൽ ഉയർന്നു കേട്ടിരുന്നത്. അവസാന ട്വിസ്റ്റുകളൊക്കെ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കാറുണ്ട്. അതേപോലുള്ള ട്വിസ്റ്റാണ് ഇപ്പോൾ നടക്കുന്നത്. വേങ്ങരയിൽ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറുകയാണെങ്കിൽ വേങ്ങരയിൽ ആര് വരുമെന്നൊരു ചോദ്യമാണ് ഉണ്ടായത്. അവിടേക്ക് KM ഷാജിയുടെ പേര്, ലീഗിൻ്റെ വൈബ്രൻ്റ് ആയിട്ടൊരു നേതാവാണ് KM ഷാജിയെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ KM ഷാജിക്ക് കാസർഗോഡ് ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ ഒരു ഘടകമാണ്. ഒപ്പം തന്നെ ലീഗിൻ്റെ ചില നേതാക്കളിൽ നിന്ന് തന്നെ ഷാജി വേങ്ങരയിലെ പിന്തുടർച്ചക്കാരനായി വരണം എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ലീഗിൻ്റെ ചർച്ചകൾ കൂടി ഈ ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ്. അതിനിടയിൽ കൂടിയാണ് LDF മലപ്പുറം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രജീഷ്, KT മുജീബ് അങ്ങനെ മലപ്പുറം മണ്ഡലത്തിൽ NCPയുടെ നേതാവ് സ്ഥാനാർത്ഥിയാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇലത്തൂരിൽ AK ശശീന്ദ്രൻ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നു. 80-ാം വയസ്സിന് ശേഷവും അങ്ങനെ മത്സരരംഗത്തേക്ക് AK ശശീന്ദ്രൻ ഇറങ്ങുന്നു, ഇലത്തൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. ശശീന്ദ്രൻ മാറണമെന്നടക്കം വലിയ അഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ശശീന്ദ്രൻ തീരുമാനിക്കും, അതാണ് പാർട്ടി എന്നുള്ളതാണ് NCPയുടെ കാര്യം. ഇലത്തൂരിൽ ശശീന്ദ്രൻ ഇത്തവണയും മത്സരിക്കാൻ പോകുന്നു എന്ന വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്.